الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ത്വാഹ 131 അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. വലാ തമുദ്ദന്ന ഐനൈക നബിയെ, താങ്കളുടെ കണ്ണ് താങ്കൾ നീട്ടരുത് എന്ന് പറഞ്ഞാൽ താങ്കൾ കണ്ണ് വെക്കരുത്. ഇലാ മാ മത്തഇന, ഇലാ യാതൊന്നിലേക്ക്, മത്തഇന ബിഹി അതുകൊണ്ട് നാം സുഖഭോഗങ്ങൾ അനുഭവിച്ച ഒരുവനിലേക്ക്, അസ്വാജം മിൻഹും അസ്വാജൻ ഒരു വിഭാഗത്തിലേക്ക്, മിൻഹും അവരിൽ നിന്നുള്ള, സഹറത്തൽ ഹയാത്തി ദുനിയാ ഈ ദുനിയാവിന്റെ സുഖഭോഗങ്ങൾ, ഈ ദുനിയാവിന്റെ ഭംഗികൾ, ലിനഫ്തിനഹും ഫീഹി അതുകൊണ്ട് അവരെ പരീക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിന്റെ പലതരത്തിലുള്ള ഭംഗികളും നൽകി പല സുഖഭോഗങ്ങളും നൽകി അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ഒരു ജനതയിലേക്ക്, ആൾക്കാരിലേക്ക് താങ്കളുടെ കണ്ണ് താങ്കൾ പായിക്കരുത് നബിയെ എന്നാണ് അള്ളാഹു തആല പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിന്റെ ആർഭാടങ്ങളുടെയും കളിയുടെയും വിനോദത്തിന്റെയും പിന്നിൽ പോകുന്നവരിലേക്ക് താങ്കളുടെ കണ്ണ് പായിക്കരുത് എന്ന് ചുരുക്കം. വരിസുഖു റബ്ബിക താങ്കളുടെ റബ്ബിന്റെ ഉപജീവനം എന്ന് പറയുന്നത് ഖൈറുൻ അതാണ് ഉത്തമം, വ അബ്ഖ അതാണ് ശേഷിക്കുന്നതും. അതുകൊണ്ട് അതിനു വേണ്ടിയാണ്, അതിലേക്കാണ് ലക്ഷ്യം വെക്കേണ്ടത് എന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ. വഉമുറഹ്ലക താങ്കളുടെ നബിയെ താങ്കളുടെ കുടുംബത്തിന് കുടുംബത്തോട് താങ്കൾ കൽപ്പിക്കണം, ബിസ്വലാത്തി നമസ്കാരം കൊണ്ടും, വസ്തബിർ അലൈഹ അതിന്റെ മേൽ താങ്കൾ ക്ഷമിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ ക്ഷമ വളരെ പ്രധാനമാണ്. ആ ക്ഷമ അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിലും, അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ വെടിയുന്ന കാര്യത്തിലും, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ നേരിടുന്ന കാര്യത്തിലും വേണം. ലാ നസ്അലുക റിസ്ക താങ്കളോട് റിസ്ക് ഉപജീവനം നാം ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ആരുടെയും ഉപജീവനത്തിന്റെ ആവശ്യമില്ല. കാരണം അള്ളാഹു നിരാശ്രയനാകുന്നു. നഹ്നു നർസുഖുക നാമാണ് താങ്കൾക്ക് റിസ്ക് ഉപജീവനം നൽകുന്നത്. വൽ ആകിബത്തു ലിത്തഖ്വ വൽ ആകിബത്തു പര്യവസാനം എന്ന് പറഞ്ഞാൽ ശുഭകരമായ പര്യവസാനം, ലിത്തഖ്വ തഖ്വ ഉൾക്കൊള്ളുന്ന, അതായത് സൂക്ഷ്മത പാലിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കുള്ളതാണ് നബിയെ എന്നുള്ള ഒരു കൃത്യമായ ഒരു സതുപദേശമാണ് മുഹമ്മദ് നബിയെ മുൻനിർത്തിക്കൊണ്ട് ഈ മുസ്ലിം സമുദായത്തിന് അള്ളാഹു നൽകുന്നത്. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നല്ല മുസ്ലിമായി ജീവിക്കണം എന്നുള്ള കൽപ്പനയുമാണ്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.